ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ റീഡിംഗ് കാണാൻ. നമുക്ക് നോക്കാം. ജസ്റ്റിസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾ നീതിപൂർവ്വമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊരാളിനെ ഒരു നെഗറ്റീവ് ആക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ചിന്തിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം ചെയ്യുന്നതെല്ലാം നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഇന്ന് ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെ ഫലം അത് അത്രയും തന്നെ അളവിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ധാരാളം പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് സാധിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും സഫിഷ്യൻ്റ് ആയിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇന്ന് നല്ല ദിവസമാണ്. നിങ്ങൾക്ക് ക്ലയൻസൊക്കെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ സ്റ്റാഫാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുക. ധാരാളം പൈസ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി കൊണ്ട് തീർച്ചയായിട്ടും ആ ഷോപ്പിൽ ധാരാളം ഒരു ക്ലയൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് പൈസ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഇന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ നല്ല ഹാപ്പി മൂഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൈസയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നമ്മളുടെ എനർജി ലെവല് ഉയർത്തി വെക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഏറ്റവും ഹൈ വൈബ്രേഷനുള്ള എനർജി മണി എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളൊന്ന് ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്തും ജസ്റ്റിസ് ഉണ്ട്. ഇതിനകത്തും ജസ്റ്റിസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതും ഒരു തുലാസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യം എല്ലാം തന്നെ ഒരു നീതിപൂർവം ആയിരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇന്ന് തരുന്നുണ്ട്. ഇന്നാരും കോടതിയിലൊന്നും പോയി കള്ളസാക്ഷി പറയരുത്. അങ്ങനെ ആരെങ്കിലും കാണുന്ന അറിയില്ല അങ്ങനെ ചെയ്യും എന്നല്ല, പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് മറ്റുള്ളവർ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്യാതിരിക്കുക. കാരണം ആ നീതി നിങ്ങൾക്ക് ചിലപ്പോൾ എതിരായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരാളിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാൻ പോകരുത് എന്നാണ് ഇതിൽ കൂടുതൽ ആയിട്ടുള്ളൊരു മെസ്സേജ് കിട്ടിയത്. ജസ്റ്റിസാണ് ഇന്ന്. അപ്പം ഇന്ന് ഈ ഒരു കിങ് ഓഫ് സോഡ്സ് പോലും അത് നീതിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ നീതിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് നിങ്ങൾ കോർട്ടിൽ കേസുള്ള ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് കാണുന്നത്. അതും നിങ്ങളുടെ കർമ്മഫലമാണ് ഈ നീതി എന്നാണ് കാണുന്നത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഹെർമിറ്റാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ചില പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്കൊരു വിളക്കാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വേദനിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമാകാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സൈലൻസിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് സംസാരം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എവിടെയായാലും നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു രീതി ഇന്ന് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ എനർജി കൂടുതലും നമുക്ക്
ശരിക്കും പോണത് അത് നമ്മുടെ സംസാരത്തിലൂടെയാണ്. അറിയാലോ, വെറുതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ എനർജി മുഴുവൻ അവർ സംസാരിച്ചില്ലാതാക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം സംസാരം ഒന്ന് കുറച്ച് ഒരു മെഡിറ്റേറ്റീവ് മോഡിലിരിക്കാനുള്ള ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കോൺസെൻട്രേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക്. നമ്മളെപ്പോഴും അത് മറന്നു പോകാറുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചിന്തിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാറില്ല. മാക്സിമം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊന്ന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ആൾക്കാർ ഇന്ന് കണക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഒരു സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം കൂടുതൽ അതിൽ ഫോക്കസ്ഡ് ആകണം. കൂടുതൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ അതിൽ വേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ടെമ്പറൻസ് ആണ്. ഇതൊരു ബാലൻസാണ്. നമ്മുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നൊരു സമയമാണ് ഇന്നത്തെ സമയം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചു, ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പായി ഒരു രമ്യതയിലെത്തുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല അനുഗ്രഹവും ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു കടാക്ഷമുള്ളൊരു ദിവസമാണ്. കാരണം സത്യമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ സത്യത്തിൽ കൂടുതൽ വിശ്വസിക്കാനുള്ള ഒരു മെസ്സേജാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ പറ്റൂലായിരിക്കാം. പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള കള്ളവും പറയേണ്ടി വരും. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഒരു സത്യത്തെ മുറുകെ പിടിക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ കുറേ കർമ്മ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് റിലീസാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ അത് ജീവിതത്തെ ഒന്ന് ബാലൻസിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ അത് തിരിച്ചും കൂടി കിട്ടുന്നൊരു സമയമാണ്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചും കൂടെ കിട്ടും. അപ്പം നമ്മൾ ജെന്യുവിനായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കാനുള്ള ചില കാര്യങ്ങൾ, ചില ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജനം ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങൾ സഫിഷ്യൻ്റായിട്ട് ജീവിക്കാൻ, പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പൈസ കൊണ്ടുതരും എന്നാണ് കാണുന്നത്. ടു ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളുടെ വളർച്ചയെ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കും, നിങ്ങളുടെ ഓഫീസിലായിരിക്കും, നിങ്ങളുടെ ലവറായിരിക്കും, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആയിരിക്കാം. ഒന്നിലധികം ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായി നിന്ന് പക്ഷേ നിങ്ങളുടെ വളർച്ചയെ അവർ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് പാലിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഇവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങളത് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവർ പറയുന്നതാണ് ശരിയെന്ന് ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകൂടി റീതിങ്ക് ചെയ്യുക. മുന്നിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവന്നൊന്ന് ചിന്തിക്കുക. ഇത് ഇങ്ങനെയുള്ള കാര്യം, എൻ്റെ പല നല്ല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്തത് ഈ വ്യക്തിയല്ലേ എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലോട്ടുള്ള പോക്കിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ അവരോട് പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ നമ്മളെ ഏറ്റവും നല്ല ശരിക്കും സുഹൃത്ത് എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും. ഇവരൊക്കെ ചിലപ്പോൾ ഏറ്റവും ഒരു കഷ്ടതയുള്ള സമയത്ത്, നമ്മൾ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ സപ്പോർട്ടായി നിന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർക്കൊരു കാര്യമുണ്ട്, വിഷമിക്കുന്ന സമയത്ത് അവർ ഭയങ്കര സപ്പോർട്ടായിരിക്കും. പക്ഷേ അവർ നല്ലതാവുന്ന സമയത്ത് ഒരു സപ്പോർട്ടും അവർ തരില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ വിഷമിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മനസ്സ് അങ്ങ് ഭയങ്കര നല്ലതാണത് എന്ന് വിചാരിക്കേണ്ട.
മറ്റുള്ളവരുടെ വിഷമം അവർ എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കുമില്ല. അപ്പോൾ ചില ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പഴയ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ കാണുമല്ലോ, എന്തായാലും ഈ ആൾ എൻ്റെ ഏറ്റവും വലിയ വിഷമത്തിൽ എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് എന്ന്. ആ ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലിരിക്കട്ടെ. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ചില കാര്യങ്ങൾ ഒന്ന് തീരുമാനിക്കുക. ആരാണ് നമ്മളുടെ കൂടെ നിൽക്കേണ്ടത്, ആരാണ് ശരിക്കും സിൻസിയറായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മളെ വളരാൻ അനുവദിക്കുന്ന ആൾക്കാരാണ്, ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളോട് സിൻസിയറായിട്ട് നിൽക്കുന്നതെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ വേദനയിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, നമ്മളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, പൂർണ്ണമായും ഒരു തുറന്ന മനസ്സോടുകൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മളുടെ വളർച്ചയിൽ നമ്മളെ അവരുടെ വളർച്ച പോലെ കാണുന്ന ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സുഹൃത്തുക്കൾ. നമ്മളുടെ വേദനയിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരെ കൂടുതലങ്ങ് വിശ്വസിക്കാൻ നിൽക്കേണ്ട. അങ്ങനെയുള്ള ആൾക്കാർ, കാരണം അവർ ഉള്ളിൽ ചിരിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ മുഖംമൂടിയും വെച്ചിട്ടുണ്ട്. കാരണം ശരിക്കും അവരാണത് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ, ഇത് കണ്ടല്ലോ, ഈ ഒരാൾ അത് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ മുഖഭാവത്തിൽ ഒരിക്കലും അവരത് നമുക്കത് മനസ്സിലാവില്ല. ഈ ഒരാൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മളുടെ വേദനയിലാണ് ചിരിക്കുന്നത്, അതും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ തിരിച്ചറിയാനാണ് നമ്മളൊരു ഹെർമിറ്റ് മോഡിലേക്ക് വരേണ്ടത്. നമ്മളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രകാശിപ്പിക്കേണ്ടത്. അത് ഒരു ചെറിയ തിരിയായിരിക്കാം നമ്മളുടെ ഉള്ളിലുള്ളത്, അതൊന്ന് ഊതി വലുതാക്കുക, അതൊരു തീയാക്കുക. അപ്പം നമുക്കും ഒരു പ്രകാശം കിട്ടും, നമുക്കും ഒരു വഴി കാട്ടും, മറ്റുള്ളവർക്കും അതൊരു വഴി കാണിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ജെനുവിനായിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും കള്ളത്തരം കാണിക്കാതിരിക്കുക, നമ്മളോടും കള്ളത്തരം കാണിക്കാതിരിക്കുക, നമ്മളെയും ഒന്ന് സമാധാനിപ്പിക്കുകയും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മളുടെ കുറ്റങ്ങളെ, നമ്മൾ പാസ്റ്റിൽ ചെയ്തു പോയ കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും വീണ്ടും വീണ്ടും കുത്തി നോവിക്കാതിരിക്കുക. നമ്മൾ സ്വയം അങ്ങനെ ചെയ്യാതിരിക്കുക, നമ്മളോട് കരുണ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. ചിലപ്പോൾ നിങ്ങളത് ഒന്ന് അവെയറായിരിക്കുക. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അത് ചിലപ്പം ഒന്നിലധികം ആൾക്കാർ ഉള്ള ഒരു ലവ് സ്റ്റോറി നടക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആയിരിക്കും. ഒന്നിലധികം ആൾക്കാർ നിങ്ങളുടെ പ്രണയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു പ്രശ്നത്തിലാണെങ്കിൽ ശരിക്കും അത് നിങ്ങൾക്ക്, ഇതിൽ 9 of Cups ആണ് അടുത്ത് വന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്കാണ് ആ ഒരു സ്നേഹം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഈ സമയം ഒരു സെപ്പറേഷനിലോട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്നൊരു സമയമായിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഏഞ്ചലിക് സപ്പോർട്ട് വരുന്നൊരു സമയമാണ്, ഒരു ദൈവാനുഗ്രഹമൊക്കെ ഉള്ളൊരു ദിവസമാണ്. അതും കൂടി മനസ്സിലാക്കുക. ഫുൾ കാർഡാണ്, ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യത്തിലും ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കം, ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ വരും വരായികളൊന്നും ചിന്തിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ വഴിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ വളരെ കോൺഫിഡൻസ് ആയിരിക്കും. കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്. എന്തായാലും പാസ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയൊരു ജീവിതം നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് അത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൽ വളരെ സന്തോഷം. 2 of Pentacles എനർജിയാണ്. നിങ്ങൾ ഒരു ചില കാര്യത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി, പ്രത്യേകിച്ച് ഇത് നിങ്ങൾ വർക്ക് പ്ലേസിൽ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷനുള്ളൊരു എനർജി ഉണ്ട് എന്നാണ് കാണുന്നത്. അതൊക്കെ മാറ്റിയിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി ഇരിക്കുക. അതിനുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുമെന്നും കാണുന്നുണ്ട്. 5 of Wands എനർജി നിങ്ങളുടെ
വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം. ഇത് നിങ്ങളോട് മത്സരിക്കുന്ന കുറേയധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ന് അധികം സംസാരിക്കാതിരിക്കുക, ഒരു നമ്മളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അതൊരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുടെ ഇടയിലായാലും ചിലപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓവറോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് വളരെ സന്തോഷമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകട്ടെ. അത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഹൃദയം നിറയെ സ്നേഹവും ജസ്റ്റിസുമായിട്ട് ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും പോകാതിരിക്കുക ഇന്നത്തെ ദിവസം. ടോർട്ടോയ്സാണ്. സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് എ ഹെഡ്. നിങ്ങൾ ഇതൊരു ലക്കാണ് കേട്ടോ. ഇന്ന് ഈ ടോർട്ടോയ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ലക്കാണ്. അപ്പോൾ നിങ്ങൾ വളരെ സ്ലോലിയാണ്, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് എന്ത് കാര്യമായാലും, ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ നിങ്ങളത് വിട്ടിട്ട് പോകാമെന്നോ നിങ്ങളത് വിട്ടു പോയിട്ടും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും പതിയെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ പതിയായിരിക്കും. മറ്റുള്ളവർ പെട്ടെന്ന് ചെയ്ത് തീർത്ത കാര്യം നിങ്ങൾ പതിയെയാണ്, പക്ഷേ നിങ്ങൾക്കത് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഗോളിലെത്താൻ പറ്റും എന്നാണ് കാണുന്നത്. ക്യാറ്റാണ്. 2 ഫേസ്ഡ് ഫ്രണ്ടാണ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ആദ്യം തന്നെ കണ്ടത്. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വളരെ നല്ല ഇതായിട്ട് നിങ്ങളോട് പെരുമാറും. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വേറൊരു ചിന്തയായിരിക്കും നിങ്ങളെക്കുറിച്ചുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധിക്കുക. ആരാണ് നിങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടി വെച്ച് പെരുമാറുന്നത് എന്ന് നിങ്ങൾ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ക്ലബ്ബാണ്. someone will try to make you do something against your will. നിങ്ങളുടെ ഇഷ്ടത്തിന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനെതിരായി എന്തോ കാര്യങ്ങൾ ചെയ്യാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ വ്യക്തികളെ നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുന്ന വ്യക്തികളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആരാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നത് അതൊന്ന് മനസ്സിലാക്കുക. അവരുമായിട്ട് മാനസികമായി ഒരു ബൗണ്ടറി വെക്കുന്നത് നല്ലതായിരിക്കും. ഡോറാണ്. ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട്, ഒരുപാട് സാധ്യതകളുടെ വാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കാനുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളത് കണ്ടുപിടിക്കുക. നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ അത് കണ്ടുപിടിക്കുക എന്നാണ് കാണുന്നത്. നോടിയെടുക്കാം. ടേബിളാണ്. ഹാർഡ് വർക്ക് ഹെഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് പൂർത്തിയായി എന്നുള്ള, ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളിനി റിലാക്സ് ചെയ്യാം എന്നാണ് കാണുന്നത്. അത് കഴിഞ്ഞു, ഇനി റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് കാം ആൻഡ് കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നല്ല ദൈവാനുഗ്രഹം ഉള്ളൊരു ദിവസമാണ്. ഒരുപാട് സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, പൈസയും വരും. പിന്നെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്കൊരു യൂണിയൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് പൊതുവെ ദൈവാനുഗ്രഹം ഉണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്, ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.